എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ചെറിയൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. ചുരിദാറിൻ്റെയൊക്കെ ആം ഹോള് എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത് എന്ന് പറയാനാണ്. അപ്പോൾ നമുക്കതെങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു പീസ് തുണി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ഇഞ്ച് ഷോൾഡർ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നമ്മൾ ഷോൾഡർ ഇവിടെ അടയാളപ്പെടുത്തണം. ഷോൾഡർ അടയാളപ്പെടുത്തേണ്ട കാര്യങ്ങളൊക്കെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. ഷോൾഡർ എങ്ങനെ അടയാളപ്പെടുത്തണം എന്നൊക്കെ. അപ്പോൾ ഞാൻ തൽക്കാലം ഒരു 6 ഇഞ്ച് ഷോൾഡർ അടയാളപ്പെടുത്താം. ഇനി നമുക്ക് ഇവിടെയും ഞാനൊരു 6 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് സെൻറ്റർ നേരെ കിട്ടാൻ വേണ്ടിയിട്ടാണ്, ചെരിഞ്ഞു പോവില്ല. ഓക്കെ, ഇത് 6 ഇഞ്ചാണ്. അപ്പോൾ ഞാൻ 6 ഇഞ്ച് തന്നെ ഇവിടെ ഇറക്കുകയാണ്. ഓക്കെ, തൽക്കാലം 6 ഇഞ്ചിൽ നമ്മൾ ഇറക്കി നോക്കാം ഫസ്റ്റ്. ഓക്കെ, ഇത് നമ്മൾ ചെസ്റ്റ് ഇവിടെ അടയാളപ്പെടുത്തുന്നു. ഞാൻ ജസ്റ്റ് ഒരു 9 ഇഞ്ചിൽ ചെസ്റ്റ് അടയാളപ്പെടുത്തുന്നുണ്ട്. ഇത് ഞാൻ ജസ്റ്റ് വെറുതെ കാണിച്ച് തരാൻ വേണ്ടി, വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് വെറുതെ എടുക്കുന്ന അളവുകളാണ്. ഓക്കെ, ഇനി നമ്മളെ ഈ ഒരു പോയിന്റിൽ നിന്ന് യോജിക്കുന്ന ഈ ഒരു ആം ഹോൾ ലൈനും ഈ ഒരു ചെസ്റ്റിൻ്റെ ലൈനും യോജിക്കുന്ന ഈ ഒരു ഭാഗത്ത് നിന്നും നമ്മളെ ചെസ്റ്റിൻ്റെ കറക്റ്റ് അളവുണ്ടല്ലോ, അവിടത്തേക്ക് എത്രയുണ്ടെന്ന് നോക്കാം. ഓക്കെ, എനിക്ക് 3 ഇഞ്ചാണ്. അതിൻ്റെ പകുതി 1.5 ഇഞ്ച് കൊടുക്കാം. ഇതിൻ്റെ ഈ ഒരു ഭാഗത്തിൻ്റെ പകുതി 1.5 ഇഞ്ച്. ഓക്കെ, ഇനി അവിടെ നിന്ന് നേരെ താഴത്തോട്ടേക്ക് മുകളിൽ നിന്ന് കൊടുക്കാം. ഇങ്ങനെ വരും. എന്നിട്ട് ഇവിടെ ഒരു 1/2 ഇഞ്ചിൽ ഇങ്ങനെ ചെയ്തെടുക്കാം. ഓക്കെ, എന്നിട്ട് നമ്മൾ നോക്കണം ആം ഹോൾ റൗണ്ട് കറക്റ്റാണോ എന്ന് നോക്കണം. ഞാൻ ഇത് ജസ്റ്റ് വരച്ചതായതുകൊണ്ട് 7.5 ഇഞ്ച് എനിക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് പോരാ എന്നാണെങ്കിൽ പിന്നെയും താഴെ 6.5, 7 അങ്ങനെ വരയ്ക്കാം. അതല്ല ഇത് ഇത്രയും വേണ്ടാന്നാണെങ്കിൽ 5 ഇഞ്ച്, 5.5 ഇഞ്ച് അങ്ങനെ വരച്ചെടുക്കാം. അല്ലാതെ നമ്മൾ ഈ ഒരു ഷോൾഡർ തന്നെ നമ്മൾ താഴോട്ട് ഇറക്കിയിട്ട് നമ്മൾ അതൊന്നും ഈ ഒരു ആം ഹോൾ റൗണ്ട് ഇവിടെ കിട്ടുന്നുണ്ടോ എന്നൊന്നും നോക്കാതെ ചെയ്യുകയാണെങ്കിൽ ആം ഹോൾ ടൈറ്റ് ആവും. നമ്മൾ നോക്കുന്നില്ലല്ലോ, അതുകൊണ്ട് ടൈറ്റ് ആവും. അതുകൊണ്ട് എന്തായാലും ആം ഹോൾ റൗണ്ട് കറക്റ്റാണോ, കിട്ടുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് കട്ട് ചെയ്യാൻ പാടുള്ളൂ. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ നമ്മളിത് ബാക്ക് ആം ഹോളാണ്. ചുരിദാറിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ബാക്ക് ആം ഹോളാണ്. അപ്പോൾ നമ്മൾ എത്രയാണ് ഉള്ളതെന്ന് ഇവിടെ വെച്ചിട്ട് നോക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് കൈക്കുഴി എങ്ങനെയാണ് കുഴിച്ച് വെട്ടാൻ നോക്കാം. അപ്പോൾ ഇത് നമ്മളിവിടെ ഇതിൻ്റെ പകുതി നമ്മൾ 1.5 എടുത്തല്ലോ, ഇതിൻ്റെ പകുതി 1.5 എടുത്തു. ഓക്കെ, ആ 1.5യിൽ നിന്ന് 1 ഇഞ്ച് ബാക്കോട്ട് ഈ ലൈനിൻ്റെ സെൻറ്ററിൽ നിന്നാണ്. ഈ ലൈനിൻ്റെ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടൊന്നും പോകരുത്. ഈ ലൈനിൻ്റെ സെൻറ്ററിൽ നിന്ന് 1 ഇഞ്ച് ബാക്കോട്ടേക്ക് എടുക്കാം. ഓക്കെ, എന്നിട്ട് ഇവിടുന്ന് മുകളിൽ നിന്ന് ആ ഒരു ഇതിലേക്ക് ഇങ്ങനെ അടയാളപ്പെടുത്താം. എന്നിട്ടും അവിടെ ഒരു 1/2 ഇഞ്ചിൽ ഇങ്ങനെ വെച്ചിട്ട് ഇവിടുന്നും നേരെ ഇതിലേക്ക് തന്നെ കൊണ്ടുവരണം. ഇവിടെയും ഈ ഒരു ലൈനിലെ ഈ ഒരു ക്രോസിൽ തന്നെ 2 ആം ഹോളുകളിലും വന്ന് മുട്ടിയിരിക്കണം. ഇതൊന്ന് താഴെ, ഇതൊന്ന് മുകളിൽ, അങ്ങനെയൊന്നും പാടില്ല. അത് അങ്ങനെ ആകുമ്പോൾ നമ്മൾ ബോഡി അറ്റാച്ച് ചെയ്യുമ്പോൾ ഒന്ന് താഴെയും ഒന്ന് മുകളിൽ. ചില ചുരിദാറിനോ അല്ലെങ്കിൽ ബ്ലൗസിനൊക്കെ കണ്ടിട്ടുണ്ടാവും. ടോപ്പ് എടുത്തിട്ടുണ്ട്, ഇത് കണ്ടോ, ഇവിടെ നിങ്ങോട്ടും ഇവിടെ നിങ്ങോട്ടും കറക്റ്റായിട്ട് അവിടെ വന്ന് നിൽക്കണം. അല്ലെങ്കിൽ ഒന്ന് താഴോട്ടായിരിക്കും, ഒന്ന് മുകളിലോട്ടായിരിക്കും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നമ്മൾ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ ഒരു വല്ലാത്തൊരു ഇറക്കോ അല്ലെ അങ്ങനെ ചെറിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് കറക്റ്റ് പ്ലസ് ചിഹ്നത്തിലായിരിക്കണം ഇവിടെ ഉണ്ടാകേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാനിത് വെട്ടാം. നമുക്കിത് ചെസ്റ്റും കാര്യങ്ങളൊക്കെ അടയാളപ്പെടുത്തി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ബാക്ക് ആം ഹോള് വെട്ടിയെടുക്കണം. ഓക്കെ, എന്നിട്ട് ഫ്രണ്ട് നമ്മളിതാ ഇവിടെ നിന്ന് ഇങ്ങനെ വെട്ടിയെടുക്കണം. ഓക്കെ, ഇങ്ങനെ നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെട്ടിയതിൻ്റെ
പീസ് എന്ന് പറയുമ്പോൾ ഇത്രയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നലത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു സ്ലീവിൻ്റെത്. അപ്പോൾ സ്ലീവിനും നമ്മൾ വെട്ടുമ്പോൾ ഇത്ര തന്നെ വരും, അങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ അത്രയും നമ്മൾ ഇവിടെയുള്ള ചുളുക്കമൊക്കെ മാറിക്കിട്ടും. ഓക്കെ, ചെറുതായിട്ടൊക്കെ ആണെങ്കിലാണ് അവിടെയൊക്കെ ചുളുങ്ങിയിട്ട് തന്നെ ഉണ്ടാവും. പലരുടെ ഓരോ ഡ്രസ്സിനൊക്കെ കാണാവുന്ന ഇവിടെ ഭയങ്കരമായിട്ട് ചുളിഞ്ഞിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ചുളിഞ്ഞു കഴിഞ്ഞാൽ നെക്കിൻ്റെ ഭാഗത്തൊക്കെ ലൂസ് വരും. ഇവിടെ കറക്റ്റ് ഫിറ്റിൽ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാലാണ് നെക്ക് കറക്റ്റായിട്ട് നിൽക്കൂ, അല്ലെങ്കിൽ എന്തായാലും ഓട്ടോമാറ്റിക്കലി നെക്കൊക്കെ ലൂസാവും. ഓക്കെ, ബ്ലൗസിൻ്റെ കാര്യത്തിലായാലും ചുരിദാറിൻ്റെ കാര്യത്തിലായാലും അങ്ങനെ തന്നെയാണ് വരിക, ലൂസ് എന്തായാലും വരും. അപ്പോൾ ഇങ്ങനെ ഇത്രയും ഗ്യാപ്പിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവും ജോയിൻ ചെയ്തിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ ഒരു ടൈറ്റ് കിട്ടും, നല്ല കംഫർട്ടായിട്ട് ഇടാനും പറ്റും. നിങ്ങൾ എന്തായാലും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ, റഫായിട്ടൊരു പീസിൽ ചെയ്ത് നോക്കിയിട്ട് ഇട്ട് നോക്കുക, എങ്ങനെയുള്ളതെന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വേഗം തന്നെ വരാം. ഓക്കെ, ബൈ.